നമ്മുടെ ഡേസിക്ക് വേണ്ടിയിട്ട് ഒരു എയർ ബാഗ് അന്വേഷിച്ചിട്ട് കുറെ നടക്കുന്നു. പക്ഷെ എയർ ബാഗ് ഈ ഡോഗ്സിന് വേണ്ടിയുള്ള എയർ ബാഗ് ഒന്നും വിപണിയിൽ ഇല്ല തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ അന്വേഷിക്കുന്ന എയർ ബാഗ് ഒക്കെ വലുത് മനുഷ്യർക്ക് വേണ്ടിയുള്ള വലിയ ടൈപ്പാണ്. അപ്പൊ അതാണ്ട് കംഫർട്ട് ആവില്ല. അത് പിന്നീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഒക്കെ അത് ഹോളായി മാറും. അപ്പോ കുറച്ച് ദിവസങ്ങളെ മനസ്സിലിങ്ങനെ ഇട്ടിങ്ങനെ ആലോചിക്കുക. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ നമുക്ക് ചെറിയ തലോണല്ലേ, തലയുടെ ബാക്കിൽ വെക്കണേ തലോണ കിട്ടി. തലോണയുടെ എയർ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു 4 മേടിച്ചിട്ട് ഇത് 4 സെറ്റ് ചെയ്തിടാൻ വേണ്ടിട്ട് ഒരു ബാഗ് സെറ്റ് ആക്കിയിരുന്നു. അപ്പൊ ബാഗ് നമ്മൾ അപ്പോൾസറി കടയിലെ ജലീലിക്ക് അടിച്ചു തന്നു. അപ്പൊ ഈ സാധനം മേടിച്ച് ഇതുപോലത്തെ 4 മേടിച്ച്. അപ്പൊ നമുക്കത് വീർപ്പിച്ചിട്ട് അതിൽ സെറ്റ് ആക്കാം. ഈ സാധനം അമർത്തിയിട്ട് ഇത് ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോവും. ഇത് സെറ്റായി കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ തടയില്ല, നല്ല ഇതാ സെറ്റാ. ഇത് നമ്മൾ കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഇത് റെഡി ആക്കിയിട്ടില്ലേ. ഇതാണ് നമ്മുടെ ബാഗ്. എങ്ങനെയുണ്ട് ബാഗ്? ഇത് സിബുള്ള ബാഗാ, ഉണ്ടല്ലേ? ഇതിന്റെ ഉള്ളിലേക്ക് 4 കയറ്റി വെച്ച് അപ്പൊ നമുക്ക് എയർ ബാഗ് റെഡി. അപ്പൊ ഡേസിക്ക് ഇനി ഇവിടെ പൊട്ടുന്നതിനും എടുക്കാനും ഒരു കുറച്ചുകൂടി ആശ്വാസം കിട്ടും. ഞാൻ കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ ആയില്ലേ? ഇതുപോലെ ചില ഐഡിയകൾ ഞാൻ ചെയ്യാറുണ്ട്. നമ്മളെ സലോമി ഉണ്ട്, നിങ്ങൾക്ക് പുതിയ കൂട്ടുകാർക്ക് അറിയില്ല. സലോമിക്ക് നടക്കാൻ കഴിയാതെ പാരലൈസ്ഡ് ആയ സമയത്ത് അവൾക്ക് വേണ്ടി ഞാനൊരു വീൽ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇത് സെറ്റായി. ഇപ്പൊ എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ആയിട്ടാ, ഉണ്ടല്ലേ? അങ്ങനെ ഡേസിക്ക് വേണ്ടിയുള്ള എയർ ബാഗ് നമ്മൾ റെഡി ആക്കിയിട്ടാ. എയർ ബാഗ് അല്ല, എയർബെഡ്. ഞാൻ എപ്പോഴും എയർബെഡ് ബാഗ് എന്നാണ് പറയുന്നത്. അതായത് തലോണ കൊണ്ട് നമ്മൾ എയർബെഡ് ഉണ്ടാക്കി. ഓക്കെ, എന്തായാലും ഡേസി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഡേസിക്ക് ഇനി മുറിവൊന്നും അങ്ങനെ പൊട്ടാതിരിക്കട്ടെ.